നന്ദുവിനും ബിജോയ്ക്കും കിളിമാനൂർ പട്ടണത്തിൽ നിന്നും പാലോട് ചെറുപട്ടണത്തിലേക്ക് രാത്രി യാത്ര ചെയ്യേണ്ടതായി വന്നു. അവർക്ക് സുമതി വളവ് കടന്നു വേണം ഈ യാത്ര പൂർത്തിയാക്കുവാൻ. അവർക്ക് സുമതി വളവിനെക്കുറിച്ചും സുമതിയെക്കുറിച്ചും കേട്ടറിവുള്ളതിനാൽ ഇരുവർക്കും അല്പം ഭയം ഉണ്ടായിരുന്നു. എന്നാൽ സുമതി വളവിലെ സംഭവങ്ങൾക്ക് പഴക്കമുള്ളതിനാലും ഇപ്പോൾ വിശ്വസനീയമായ അത്തരം സംഭവങ്ങൾ കേൾക്കാത്തതിനാലും ഇരുവർക്കും അധികം ഭയം ഇല്ല എന്ന് വേണം കരുതുവാൻ. ഏകദേശം രാത്രി 11:30 മണിയോടെ ഇരുവരും സുമതി വളവിലെത്തി. പക്ഷേ പെട്ടെന്ന് ഒരു രൂപം തങ്ങളുടെ നേർക്ക് പാഞ്ഞെടുക്കുന്നതായി ഇരുവർക്കും തോന്നി. ഉടൻ തന്നെ ബൈക്ക് സഡൻ ബ്രേക്കിട്ട് നിർത്തി ഇരുവരും അടുത്ത് വെട്ടം കണ്ട ദിശയിലേക്ക് ഓടി. ഭാഗ്യത്തിന് അവിടെ ഒരു വീടുണ്ടായിരുന്നു. ഇരുവരും ചേർന്ന് ബഹളമുണ്ടാക്കി വീട്ടുകാരെ ഉണർത്തി. വീട്ടുകാരിൽ ഗൃഹനാഥനായ ഒരു 50നോട് അടുത്ത് പ്രായം തോന്നിപ്പിക്കുന്ന ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹത്തിനോട് നന്ദുവും വിജയവും അവർ കണ്ടു ഭയന്ന കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ട അയാൾ ഒന്ന് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും ഇവരുടെ ബഹളം കേട്ട് പുറത്തിറങ്ങിയ മറ്റു അയൽ വീടുകളിലെ ആൾക്കാരെ നോക്കി ഈ ഗൃഹനാഥൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ വളവിൽ എന്തോ കണ്ടു ഭയന്നു വന്ന പിള്ളേരാ, ഇത് അവന്മാരായിരിക്കും. ഗൃഹനാഥൻ മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു നിർത്തിയതിൻ്റെ പൊരുൾ ഇരുവർക്കും മനസ്സിലായില്ല. അതേപ്പറ്റി ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഗൃഹനാഥൻ അകത്തുപോയി വലിയൊരു ടോർച്ചുമായി പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും അയൽവീട്ടിലെ ആൾക്കാരും അദ്ദേഹത്തോടൊപ്പം ടോർച്ച് ലൈറ്റുകളും ഒരു വലിയ പന്തവുമായി ഒപ്പം കൂടി. അതായത് ഈ വളവിൽ ഇതൊക്കെ ഇടയ്ക്കിടെ നടക്കാറുണ്ടത്രേ. അതൊന്നും പ്രേതത്തിൻ്റെ പണിയല്ല, പ്രേതത്തിൻ്റെ മറപറ്റി മറ്റുള്ളവർ ചെയ്യുന്നതാണ്. കൂടുതലും യൂട്യൂബ് പിള്ളേരാണ്. അവർക്കറിയില്ല അവർ ചെയ്യുന്ന ഈ കോപ്രായ കളിയിൽ പാവങ്ങൾ ഭയപ്പെട്ട് മാനസിക പ്രശ്നങ്ങളിൽ അകപ്പെടുമെന്ന്. ഇങ്ങനെ കോപ്രായങ്ങൾ കാട്ടുന്നവരെ വിരട്ടി ഓടിക്കാനാണ് ഇവിടെ കൂടിയ ആൾക്കാർ ടോർച്ചും പന്തവുമായി വളവിലേക്ക് പോയത്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അവർക്ക് കാണാനായില്ല. എങ്കിലും തിരച്ചിൽ നിർത്താതെ റോഡിനപ്പുറമുള്ള കാടിൻ്റെ താഴ്വരയിലേക്ക് ഇറങ്ങി തപ്പി. കോടമഞ്ഞ് കൂടി വരുന്നതിനാൽ ടോർച്ച് ലൈറ്റ് കൊണ്ടുള്ള തിരച്ചിലിന് അധിക സമയം നീണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം സമയം പാഴാക്കാതെ എല്ലാവരും വളരെ പെട്ടെന്ന് തിരച്ചിൽ നടത്തുകയായിരുന്നു. എന്നിട്ടും അവർക്ക് ഒന്നും സംശയിക്കത്തക്കതായ ഒന്നും കണ്ടെത്താനായില്ല. അപ്പോഴാണ് ഒരു കാര്യം മിന്നൽ പിണർ പോലെ ഗൃഹനാഥൻ്റെ തലച്ചോറിലേക്ക് വന്നെത്തിയത്. ഇന്ന് ജനുവരി 27, സുമതി കൊല്ലപ്പെട്ട ദിവസം. അത് ഓർമ്മയിലെത്തിയ നിമിഷം അയാളുടെ തിരച്ചിലിൻ്റെ വേഗത കുറഞ്ഞു. പെട്ടെന്ന് തിരച്ചിലിനുണ്ടായിരുന്ന മറ്റു 2 പേരുടെ ടോർച്ചുകൾ പ്രവർത്തനരഹിതമായി. അതോടെ തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പ്രയാസമായി തുടങ്ങി. ഉടൻ തന്നെ ഗൃഹനാഥൻ മറ്റുള്ളവരോടായി തിരച്ചിൽ നിർത്തുവാൻ പറഞ്ഞു. എന്നിട്ടും തിരച്ചിൽ നിർത്താത്തവരുടെ കാതിൽ അയാൾ മന്ത്രിച്ചു, ഇന്ന് ജനുവരി 27. അത് കേട്ടതോടെ എല്ലാവരും തിരച്ചിൽ നിർത്തി തിരികെ പോവാൻ പുറപ്പെട്ടു. പക്ഷേ അപ്പോഴൊരു പ്രശ്നം. തിരച്ചിലിനുണ്ടായിരുന്ന പന്തവുമായി നടന്നിരുന്ന കുഞ്ഞപ്പൻ എന്ന ആളെ കാണാനില്ല. പിന്നീട് അയാൾക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു. ആ സമയം ഗൃഹനാഥൻ്റെ മനസ്സിലേക്ക് ഒരു സംശയം ഇരച്ചു കയറി. പാതിരാത്രിയിൽ താഴ്വരയിലേക്ക് തങ്ങളെ എത്തിച്ചത് കളിയാണോ സുമതിയുടെ? ആ സംശയം അയാളെ ആ കോടമഞ്ഞിലും ഒന്ന് വിയർപ്പിച്ചു. പക്ഷേ കൂടുതൽ ചിന്തകൾ അയാളിലേക്ക് കടന്നെത്തും മുൻപ് പന്തം കെട്ടുപോയതുകൊണ്ട് വഴിതെറ്റി നിന്നിരുന്ന കുഞ്ഞപ്പനെ മറ്റുള്ളവർ കണ്ടെത്തി. പിന്നീട് ഒട്ടും താമസിയാതെ എല്ലാവരും താഴ്വരയിൽ നിന്നും മടങ്ങി. അപ്പോഴേക്കും വിജോയും സുഹൃത്തും സുമതി വളവ് കടക്കാതെ തിരികെ അവർ വന്ന ഇടത്തേക്ക് തന്നെ മടങ്ങി. ഇതാണ് 2021 ജനുവരി 27 രാത്രി 11:30 സുമതി വളവിൽ സംഭവിച്ചത്. പക്ഷേ ഈ കഥ നാട്ടുകാർ പറഞ്ഞ കഥയാണ്. എന്നാൽ നാട്ടുകാർക്ക് അറിയാത്ത മറ്റൊരു വശമുണ്ട് ഈ കഥയ്ക്ക്. സാധാരണ വഴിയാത്രക്കാരെ മാത്രമാണ് ഇത്തരത്തിൽ ഡ്രാമ നടത്തി ചിലർ പറ്റിക്കുന്നതെങ്കിൽ ഇത്തവണ നാട്ടുകാരെയാണ് മൊത്തത്തിൽ പറ്റിച്ചിരിക്കുന്നത്. അതായത് മുൻപ് വിജോയും സുഹൃത്തും ഓടിക്കേറിയ വീട്ടിലെ
ഗ്രഹനാഥന്റെ മകൾ രേഖയുമായി വിജോയ്ക്കൊരു പ്രണയമുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ട്യൂഷൻ സെന്ററിൽ വിദ്യാർത്ഥിയായി എത്തിയതായിരുന്നു രേഖ. അവിടുത്തെ അധ്യാപകനായിരുന്നു വിജോയ്. പ്രണയത്തിന് 1 വർഷം ആയുസ്സായപ്പോൾ ഇരുവരും വിവാഹിതരാകുവാൻ തീരുമാനിച്ചു. പക്ഷേ വിജോ ഒരു ക്രിസ്ത്യാനിയായതും രേഖ ഹിന്ദു കുടുംബത്തിലും ആയിരുന്നതിനാൽ വീട്ടുകാരുടെ എതിർപ്പ് ഇരുവരും മുൻകൂട്ടി കണ്ടിരുന്നു. അതിനാൽ ഇരുവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. ഉടൻ തന്നെ വിജോ ഒരു ജോലി നേടണം, അതിനുശേഷം രജിസ്റ്റർ വിവാഹം. അപ്രകാരം വിജോ ഗൾഫിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ആ പോകുന്നതിൻ്റെ തലേ ദിവസം, അതായത് ജനുവരി 27, അന്ന് രാത്രിയിൽ രേഖയെ നേരിട്ട് കണ്ട് യാത്ര ചോദിക്കാൻ വേണ്ടിയാണ് വിജോയുടെ സുഹൃത്തും വിജോയും രേഖയും ചേർന്ന് ഈ നാടകം ആസൂത്രണം ചെയ്തത്. ആ രാത്രിയിൽ ഇങ്ങനെ ചെയ്താൽ അച്ഛനും നാട്ടുകാരും ചേർന്ന് തിരച്ചിലിനിറങ്ങും എന്ന കാര്യം രേഖയ്ക്കും വ്യക്തമാണ്. ഇരുവരുടെയും പ്രണയം അമ്മയ്ക്കും അറിവുള്ളതിനാൽ പദ്ധതി പൂർണ്ണമായും വിജയിച്ചു. ഇതാണ് ശരിക്കും അന്ന് ആ രാത്രിയിൽ സംഭവിച്ചത്. പദ്ധതി പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചു. രേഖയെ കണ്ടു യാത്ര പറഞ്ഞു പോകുമ്പോൾ ഈ പദ്ധതി പ്രധാനമായും വിജയിക്കാൻ കാരണമായ സുമതി എന്ന യക്ഷി, അങ്ങനെയൊന്നുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന യൂട്യൂബർമാർ, അവരെ പിടികൂടാൻ ഓടുന്ന സുമതി വളവിലെ ആൾക്കൂട്ടം, ഇവരെ എല്ലാവരെയും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പദ്ധതി വിജയിപ്പിച്ചതിൽ ഇരുവർക്കും ഉണ്ടായ ആനന്ദം ചെറുതല്ല. പക്ഷേ എല്ലാവരെയും കബളിപ്പിക്കാൻ പാകത്തിന് തക്കവണ്ണം തിരക്കഥയുണ്ടാക്കിയ ഈ യുവാക്കൾക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ വളവ് ഇങ്ങനെ തന്നെയാണ്, എല്ലാവരുടെയും വിശ്വാസം കൂട്ടും. പക്ഷേ ഒരു ദിവസം പ്രതീക്ഷിക്കാത്തത് ഇവിടെ അരങ്ങേറുക തന്നെ ചെയ്യും. അതിന് ഒരു കാരണവുമുണ്ട്. ചില സംഗതികൾ ഉണ്ടായാൽ സുമതി വളവിൽ അവൾ വരുന്നതിന് കാരണമാകും. ആ കാരണം എന്തെന്നല്ലേ?